ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. മോളെ, ഈ വിളിച്ചവനെ ഞാൻ കല്യാണത്തിന് വിളിക്കാൻ വിട്ടുപോയി. സത്യം പറഞ്ഞ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് അവന്റെ വായിരിക്കുന്ന പുളിച്ച വർത്താനം മുഴുവൻ കേൾക്കേണ്ടി വന്നു. നാവില് നല്ല ഒന്നും വരത്തില്ലടി അങ്ങനെയുള്ള ഒരുത്തന്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് അല്ലേ മേക്കേട്ടനുള്ളൂ. എങ്കിലും അവനൊക്കെ ആത്മാർത്ഥതയുള്ള കൂട്ടത്തില്, കണ്ണനെ പോലെ അല്ല. ആ, ഇനിയിപ്പോ ഒരു പാർട്ടി വെക്കണം. ഈ പങ്കെടുക്കാത്തവരെല്ലാരും കൂടി ചേർത്ത്. എന്തിനാ വെറുതെ പൈസ കളയുന്ന? ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോ ഒരു 4-5 ലക്ഷം രൂപ ചെലവാവില്ലേ? പൈസ കൂട്ടി വെച്ചിട്ട് എന്താ മോളെ കാര്യം? ഇതിലാവശ്യമുള്ളത് കഴുത്തിലൊക്കെ ഇട്ടിട്ട് വെറുതെ ലോക്കറിൽ വെക്കാതെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങടാ. തൽക്കാലം അതൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് എനിക്കത് മാറ്റിയിടാനുള്ളതാ. അത് മാത്രമല്ല, ഏട്ടത്ത് തന്ന സ്വർണം വിറ്റു എന്നറിഞ്ഞാലേ അത് ഭയങ്കര മോശമാ. എടി, അതിനിതെല്ലാം നിന്റെ അടുത്ത് തന്നല്ലോ. ഒരു കാൽഭാഗമല്ലേ നിന്റെ അടുത്ത് തന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ നിനക്കുള്ളതും നിന്റെ അമ്മയുടെതൊക്കെ മാറ്റി വാങ്ങിയതല്ലേ. ഏതായാലും സ്വർണം വിറ്റുള്ള കളി വേണ്ട. എടി, ഫിക്സഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വളരും. സ്വർണം കയ്യിലിരുന്നാലും അത് വളർന്നോളും. ഇപ്പൊ ഫിക്സഡ് ഇടുന്നതിനേക്കാളും വളർച്ചയാ സ്വർണത്തിന്. ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന സ്വർണ്ണ വിലയെക്കാളും ഒരു 3 ഇരട്ടി വിലയെങ്കിലും ഇപ്പൊ സ്വർണത്തിന് കൂടിയിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിലും ഏട്ടൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് സ്വർണ്ണമാണെന്ന്. അതുകൊണ്ടാണല്ലോ അവൻ സ്വർണ്ണമൊന്നും തരാതിരുന്നത്. നാണം കെട്ടവൻ. റിയാനോ? അതാരാ റിയാൻ? അടുത്തവള് വിളിക്കുന്നുണ്ടല്ലോ. എന്റെ കല്യാണത്തിന് വിളിക്കാത്തവളുമാരും വിളിച്ചോട് വിളിയ. ആരായി റിയാൻ? അറ്റൻഡ് ചെയ്യട്ടെ? വേണ്ട മോളെ. ഈ കല്യാണം വളരെ ചടങ്ങാക്കാത്തോണ്ടേ ഈ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെ വിളിയോട് വിളിയായിരിക്കും. വിളിച്ചത് റിയ. ഇവളുമാരൊക്കെ ഇന്ന് എന്നെ കരുതിക്കൂട്ടി വിളിക്കുകയാണെന്നാ തോന്നുന്നേ. ഫസ്റ്റ് നൈറ്റിലെ ഇത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാ. ഇനി ഈ സാധനം ഓഫ് ചെയ്ത് വെച്ചേക്കാം.